ചെമ്പനീർ പൂവിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം നമ്മുടെ സച്ചി അങ്ങനെ താലി എടുക്കുകയാണ്. എന്നിട്ട് സുധിയോട് പറയണേ, എടാ നിനക്ക് ചുണയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ താലി നീ ഒന്ന് മേടിക്ക്. എടാ ഞാൻ ഈ താലിയും കൊണ്ട് ഒരു ഓട്ടം വെച്ച് കൊടുത്താലേ നിന്നെ കൊണ്ട് പറ്റൂടാ എൻ്റെ പിന്നാലെ വരാൻ. താലി ഉണ്ടെങ്കിലല്ലേടാ സുധി നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ ഒടുവിൽ എല്ലാവരും പറയുകയാണ്, നമ്മുടെ അച്ചമ്മയും അച്ഛനും എല്ലാവരും പറയുകയാണ്, സച്ചി താലി കൊടുക്ക്, വിവാഹം നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ സച്ചി ആണെങ്കിൽ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. ഒടുവിൽ രേവതി ഇടപെടുകയാണ്. രേവതി പറയുകയാണ്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കല്ലേ, വെറുതെ ദൈവശാപം മേടിച്ച് വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയെ നന്നായിട്ട് ഉപദേശിക്കുകയാണ് നമ്മുടെ രേവതി. രേവതിയുടെ വാക്കുകൾ കേട്ടിട്ട് സച്ചി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ രേവതി പറയാണ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി താലിയും അവിടേക്ക് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിയും കൂട്ടി ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ അച്ഛമ്മയും അച്ഛനും കട്ടായം പറയുകയാണ്, എങ്ങും പോവരുത്, നിങ്ങൾ മുന്നിന്ന് വേണം ഈ കല്യാണം നടക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, വേണ്ട അച്ഛാ, ഞാൻ ഇവിടെ നിൽക്കില്ല, എൻ്റെ രേവതിക്ക് സ്ഥാനമില്ലാത്ത ഒരിടത്തും ഞാൻ നിൽക്കില്ല, ഇവളെ അംഗീകരിക്കാത്ത ആരുടെയും ഒരു കാര്യവും എനിക്കിനി അറിയണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ഛനും അച്ഛമ്മയും കൂടി നിർബന്ധിക്കുകയാണ്, അങ്ങനെ പറയുന്നത് ശരിയല്ല, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം, മര്യാദയ്ക്ക് നീ രേവതിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് നിൽക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ഒന്നിങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, എടാ നിൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് ഇവള് ഒന്നിനും പങ്കെടുക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്തെ നീയും ഇവളും വേണം ഇത് മുന്നിൽ നിന്ന് നടക്കേണ്ടത്, അതായിരിക്കണം അവൾക്ക് കൊടുക്കുന്ന അടി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂട്ടിയിട്ട് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. സച്ചി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, മോളെ നീ ചെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് നിൽക്കാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ രേവതി സച്ചി നോക്കുമ്പോൾ അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞല്ലേ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ചെന്ന് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂജാരി പൂജിച്ച താലിമാല എടുത്തിങ്ങനെ രവീന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതി കഴുത്തിൽ താലി കെട്ടുകയാണ്. താലി കെട്ടുമ്പോൾ ഒരു നാത്തും ചെയ്യുന്നത് പോലെ അടുത്ത് നിന്നിട്ട് മാലയൊക്കെ പിടിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കുക, എല്ലാം രേവതി ചെയ്യുന്നുണ്ട്. സീമന്ത രേഖയിൽ സിന്ദൂരമൊക്കെ അണിയിക്കുകയാണ്. അപ്പോൾ അതിനും രേവതി തന്നെയാണ് ഇങ്ങനെ നെറ്റിച്ചുട്ടിയൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അവസാനം കൈപിടിച്ച് കൊടുക്കുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്ക് ആരുമില്ല കൈപിടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ശ്രുതി പറയുകയാണ്, തിരുമേനി എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയാണ്, എനിക്ക് അച്ഛനും അമ്മയും ആരുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി തന്നെ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ശ്രുതിയെ കൊണ്ട് മണ്ഡപത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. 3 വലം വെച്ച് വരികയാണ്. അതിനുശേഷം അച്ഛൻ്റെ അമ്മയുടെ അച്ഛമ്മയുടെയൊക്കെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം പൂജാരി പറയുകയാണ്, രേവതി ഇവരെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയി തൊഴിച്ചിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി പറയുകയാണ്, രേവതി എന്തിനാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പൂജാരി പറയുകയാണ്, രേവതി ചെന്നെന്നും പറഞ്ഞ് ഒരു മോശവും സംഭവിക്കില്ല, രേവതി നല്ല രാശിയുള്ള കുട്ടിയാണ്, ഇവിടെ ആരുടെയൊക്കെ വിവാഹം നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ രേവതി തന്നെയാണ് താലിയും കാര്യങ്ങളൊക്കെ പൂജിക്കാനൊക്കെ പൂജിക്കുകയും ഇവിടെ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടുന്ന ഒരുക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കുകയും പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞ ശേഷം വധൂവരന്മാരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് രേവതി തന്നെയാണ്. രേവതി ചെയ്താൽ അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അച്ഛമ്മ പറയുകയാണ്, മോളെ നീ ശ്രുതിയും കൂട്ടി പോകാൻ പറയുകയാണ്. അങ്ങനെ ശ്രുതിയും കൂട്ടി അവർ പോകുന്ന സമയത്തിന് ബാക്കിയുള്ളവരും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ഭാമയുടെ കൂടെ പറയുകയാണ്, ആ ഭാമേ കണ്ടില്ലേ, അവളെ ഒന്നിലും പങ്കെടുപ്പിക്കരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ അവൾ എല്ലാത്തിലും പങ്കെടുത്തു, അവൾക്കിതിന് ഞാൻ വച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭാമ പറയുകയാണ്, എന്തിനാ ചന്ദ്രേ 2 മരുമക്കളെ 2 കണ്ണിൽ കാണുന്നത്, നിനക്കിപ്പോൾ വയറ് നിറച്ചെല്ലാവരും കിട്ടിയല്ലോ, ഇനി നിനക്ക് മിണ്ടാതിരുന്നൂടെ? എൻ്റെ ഭാമേ ഇനി നോക്കിക്കോ, എൻ്റെ ശ്രീകാന്തിന് വരുന്നതുണ്ടല്ലോ, എൻ്റെ ശ്രുതിയെ പോലെ വലിയൊരു പണക്കാരി പെണ്ണായിരിക്കും, ഒരു കോടീശ്വരി, അപ്പോഴുണ്ടല്ലേ രേവതിയെ എങ്ങനെ നിലക്കീർത്തണമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ്. വെറുതെ വ്യാമോഹമാണ്. അങ്ങനെ പോവുകയാണ്. അവസാനം പോയി എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരുമേനി നമ്മുടെ രേവതിക്കും കൊടുക്കുകയാണ് പ്രസാദം, ശ്രുതിക്കും കൊടുക്കുകയാണ്. അങ്ങനെ അതിനെ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ അതിന് വേണ്ടുന്ന മറുപടി നമ്മുടെ പോറ്റി പറയുകയാണ്. അങ്ങനെ നമ്മുടെ തിരുമേനി പറയുകയാണ്, രേവതി ഇവിടുത്തെ അമ്മയുടെ മോളാണ്, രേവതി 5 വയസ്സ് തൊട്ടേ ലക്ഷ്മി രേവതിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ക്ഷേത്ര നടയിൽ വന്ന് തുടങ്ങിയത്. ആ കാലം തൊട്ട് ഇവിടെ ഓടിക്കളിച്ച് വളർന്നതാണ് രേവതി. പിന്നെ ഇത്തിരി തനിയെ എല്ലാം ചെയ്യാറാവുന്ന സമയം തൊട്ട് അമ്മയ്ക്ക് പൂ കെട്ടിയും മാല കെട്ടിയും ബാക്കി കല്യാണങ്ങളും കാര്യങ്ങളും വരുന്നതിനെല്ലാം ഓരോരോ സഹായങ്ങളും ചെയ്ത് രേവതി ഇവിടെ തന്നെ ഓടി നടന്നവളാണ്. അതുകൊണ്ട് രേവതിക്ക് പരിഗണന കൊടുക്കാത്തടത്ത് അമ്മയുടെ കോപം ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്.
അങ്ങനെ സച്ചി സമ്മതിക്കുകയാണ്. സച്ചി അച്ഛനോട് പറയണ, അച്ഛ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് അച്ഛ, ഇതുപോലൊരു നല്ല പെണ്ണിനെയല്ലേ അച്ഛൻ എനിക്ക് ഭാര്യയായിട്ട് തന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സച്ചി പറയണ, എടാ സച്ചി, നീ ഒരു ലക്കി മാൻ തന്നെ, ഇവളെ തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്നൊക്കെ സ്വയം പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, മോനെ, ഇവൾ അത്രയ്ക്ക് നല്ലവളായതുകൊണ്ടല്ലേ ഇവളെ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ മരുമകളായിട്ട് വേണമെന്ന് വാശി പിടിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ നവീൻ അത്യാസന്ന നിലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ പോലീസുകാരൊക്കെ നവീൻ്റെ അടുത്ത് നിന്ന് മാറി വരികയാണ്. അപ്പോൾ അവർ സംസാരിക്കുകയാണ്, ആരാണ് ഇത് ചെയ്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറയുന്നതെന്ന് വെച്ചാൽ CCTV ഫുട്ടേജ് പരിശോധിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇയാളെ ആരും ഉപദ്രവിച്ച് കൊന്നതല്ല, പക്ഷെ അതിന് തൊട്ട് മുമ്പ് ഒരു ഉപദ്രവം ഉണ്ടായി. ഇയാളൊരു ടാക്സി കാറിൽ വരികയായിരുന്നു. ആ ടാക്സി കാറിൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതൊരു ഫൈനാൻസ് ഉടമയുടേതാണ് ആ കാറ്. ഈ പറയുന്ന ഒരാൾ അത് കൂലിക്ക് ഓടിക്കുകയായിരുന്നു. പക്ഷേ ഈ ആളിനെയും കൊണ്ട് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് കാര്യമാണെന്നറിയില്ല, പെട്ടെന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന് ഇയാളെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇയാളെ നന്നായിട്ട് മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ മർദ്ദനം സഹിക്കാൻ വയ്യാതായിരുന്നപ്പോൾ ഇയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് ഇയാളൊരു വാഹനത്തിൽ തട്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു വാഹനം വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അതിങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്, നവീനെ ഇടിച്ച് തെറിപ്പിക്കുന്ന സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ വണ്ടി ഓടിച്ചിരിക്കുന്ന ഡ്രൈവറെക്കുറിച്ച് വല്ല അറിവും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, അയാളുടെ പേര് സച്ചി എന്നാണെന്ന് പറയുകയാണ്. ഇനി സച്ചിക്കിട്ട് 8ൻ്റെ പണി വരികയാണ് മക്കളെ. ഇനി സച്ചി ഇനി ഈ കുറ്റവും കൂടി രേവതിയുടെ പടലിൽ വെച്ച് കെട്ടുമെന്നോ നമ്മുടെ ചന്ദ്രമതി. ഇനി നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് രേവതി ആരുടെ കാലാണോ എന്തോ പിടിക്കാൻ പോകുന്നത്, അതൊന്നും അറിയില്ല. സച്ചിയെ ഇനി രക്ഷിക്കാൻ നമ്മുടെ രേവതി ഇനി വളരെ കഷ്ടപ്പെടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇനി അതും രേവതിയുടെ രാശികേടായിട്ട് പറയുമോ, ഇനി അതേസമയം ഇനി വന്നു കയറിയ ശ്രുതിയുടെ രാശികേടായിട്ട് പറയുമോ, എന്താണ് ചന്ദ്രമതി പറയുക? ഇനി സച്ചി അഥവാ ജയിലിൽ 5 ദിവസം കിടക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി രേവതി അവിടെ ഇട്ട് വറചട്ടിയിലിട്ട് വറുത്ത് പൊരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇനി വരുന്ന എപ്പിസോഡുകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഉടനെ വരാം. അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.